പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം വലിയ നോമ്പിലേക്ക് കടക്കുകയാണ്. സാധാരണക്കാരായ നമ്മിൽ പലരും ചിന്തിക്കുന്നത്, നോമ്പെടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് സഭ നോമ്പുകാലം വച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചിലർ നോമ്പിനെ വലിയ വിഷമത്തോടെ കാണുന്നവരുമുണ്ട്. കാരണം ഇഷ്ടപ്പെട്ട പല ആഹാര വസ്തുക്കളെയും ഉപേക്ഷിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് അവരുടെ വിഷമത്തിന് കാരണം. എന്നാൽ നോമ്പുകാലം വളരെ അനുഗ്രഹപ്രദമായ കാലഘട്ടമാണ്. തുടർന്നു വരുന്ന 50 ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും അതുപോലെ പരിത്യാഗത്തിൻ്റെയും ദിനങ്ങളാണ്. കർത്താവിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ദിനങ്ങൾ കൂടിയാണ് അത്. ഈ പ്രാർത്ഥനയും പരിത്യാഗവും അതുപോലെ ഉപവാസവും ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ മാതൃകയാക്കേണ്ടത് യേശുവിനെയാണ്. യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ മാതൃക യേശുവാണ്. നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്തിനാണ് ഉപവാസം അനുഷ്ഠിക്കുന്നത് എന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:16 നീ ഉപവസിക്കുമ്പോൾ അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നാം ഉപവസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നാം ഉപവസിക്കുന്നത്? കർത്താവിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടിയാണ്. പിശാചിൻ്റെ പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ആർജിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാകുമ്പോഴാണ് കർത്താവിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കുന്നത്. എന്തിനാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം? അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യേശയ്യാ പ്രവാചകൻ 58 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ടത്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതരെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി വിരിയും. നീ വേഗം ഒരു സുഖം പ്രാപിക്കും. വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതും നമ്മുടെ സഹായം അർഹിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവർക്ക് സഹായം ചെയ്തുകൊണ്ട് ഉപവസിക്കുമ്പോഴാണ് യഥാർത്ഥമായ ഉപവാസത്തിലേക്ക് നാം കടക്കുന്നത്. റോമ 2:4 പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നാം എങ്ങനെയാണ് ഉപവസിക്കുന്നത്? സാധാരണ രീതിയിൽ മനുഷ്യൻ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടു എന്ന ചിന്തയോടെ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന ആശയം സൂചിപ്പിക്കാനായിട്ട് നാം അനുതാപം സൂചിപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ ചാരം പൂശുകയും ചാരം കൊണ്ട് കുരിശ് വരയ്ക്കുകയാണ് നാം ചെയ്യുന്നത്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപവസിച്ച് നമ്മുടെ ഉപവാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 9-10 തിരുവചനങ്ങളിൽ യോനാ പ്രവാചകൻ നിനവേയിൽ പോയി പ്രസംഗിച്ചു. ജനങ്ങളുടെ പശ്ചാത്താപവും മാനസാന്തരവും കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ശിക്ഷ വേണ്ടെന്ന് വയ്ക്കുന്നു. അവർക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനായിട്ടാണ് നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.